ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാവായ എ ഡി തോമസ് അടക്കം നടത്തിയ സമരത്തിന്റെ വിജയം കൂടിയാണ് അജിത് കുമാറിനെതിരായ നടപടി. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അതിക്രൂരമായ മർദ്ദനമാണ് യുവ നേതാക്കൾ നേരിട്ടത്. അന്നു മുതൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട നിയമ പോരാട്ടത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. ആദ്യം മന്ദഗതിയിലായിരുന്ന അന്വേഷണം UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വേഗത കൂട്ടിയത് ഇവരുടെ പരാതി കൂടി പരിഗണിച്ചാണ്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, നിരന്തരം ഈ പറയുന്ന ആളുകളൊക്കെ അട്ടിമറിക്കാനും കേസ് കണ്ടില്ല എന്ന് നടിക്കാനും ഓരോ ഓഫീസിലും ചെന്നു കയറുമ്പോഴൊക്കെ പുച്ഛവും പരിഹാസവും അവമതിപ്പും ഒക്കെയാണ് നേരിടേണ്ടി വന്നത് എന്ന് എ ഡി തോമസ് ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഒരു SIT പ്രഖ്യാപനം ഒന്നും മറക്കാൻ കഴിയുന്നില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മറക്കാൻ കഴിയാത്ത, കോൺഗ്രസിന് മറക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിലാണ് MR അജിത് കുമാറിന് സസ്പെൻഷൻ അടക്കമുണ്ടായത്. അപ്പോൾ ദീർഘകാലമായി ആ ചെറുപ്പക്കാർ നടത്തിയ കോടതി ഇടപെടൽ പോലും ഉണ്ടായിട്ടുണ്ട്. 1.5 വർഷമായി അന്വേഷണം നടത്തണമെന്ന ഉത്തരവ് അട്ടത്തിരിപ്പുണ്ട്. അപ്പോൾ ദീർഘകാലമായ ചെറുപ്പക്കാർ നടപ്പിലാക്കിയ ഒരു പോരാട്ടം കൂടിയാണ് വിജയത്തിലേക്ക് വരുന്നത്. മാധു, ഇവിടെ MR അജിത് കുമാർ നടപടി വന്ന ശേഷം AD തോമസ് MLA പറഞ്ഞ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്, അതായത് വെട്ടേറ്റത് മഴു മറന്നാലും ആ മരം അത് മറക്കില്ല എന്നതാണ്. അതായത് ഉന്നതനായിട്ടുള്ള MR അജിത് കുമാറിനെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിയത് 2 വർഷങ്ങൾക്ക് മുൻപേ തന്നെയാണ്. അതിനിടയിൽ പലതരത്തിലുള്ള സമ്മർദ്ദം വന്നു. സാധാരണ ഒരു കേസ് പോലെ അനന്തര സാധാരണമായ പല സന്ദർഭങ്ങളെ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ അടക്കം ഈ കേസ് ഒത്തുതീർപ്പിലേക്ക് എത്തണമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് കോടതിയിൽ നിയമ പോരാട്ടം പോലീസ്, അതായത് ആദ്യം ഈ സംഭവത്തിൽ കേസ് കൊടുക്കുന്നത്, പരാതി നൽകുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനാണ്. സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം നടന്ന് ആ 2ാം ദിവസം തന്നെ പരാതി കൊടുത്തു. വീണ്ടും 3 മാസം, അതായത് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് 3 മാസങ്ങൾ കഴിഞ്ഞിട്ടും കേസുകളിലെ പ്രതികളായിട്ടുള്ള 5 പേർക്കെതിരെ അല്ലെങ്കിൽ 5 പേരുടെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് തിരുവനന്തപുരത്ത് എത്തിയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായിട്ടുള്ള അനിൽ കല്ലൂരിന്റെ സന്ദീപിന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പിന്നീട് നിയമ പോരാട്ടത്തിനൊടുവിൽ അത് കോടതിയുടെ തന്നെ ഇടപെടലിലൂടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പിന്നീട് അത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറുന്നു. ക്രൈംബ്രാഞ്ചിലെ 4 ഉദ്യോഗസ്ഥരാണ്, അതായത് 1, 2 അല്ല 4 ഉദ്യോഗസ്ഥർ അന്വേഷിച്ച കേസിൽ ഒരു തുമ്പും കിട്ടില്ല. അതായത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെച്ച്, പൊതുനിരത്തിൽ വെച്ച്, 100 പേരുടെ മുൻപിൽ വെച്ച് തല്ലിച്ചതച്ചൊരു സംഭവത്തിൽ സാക്ഷികളില്ലെന്നായിരുന്നു ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. പിന്നീട് 5ാമൊരു ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ സാക്ഷികളെ കണ്ടെത്തുന്നത്. ആ സാക്ഷികളാകട്ടെ 4 പേരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. കാരണം ഈ കേസിൽ 4 സാക്ഷികൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായാൽ കോടതിയിൽ പോയാൽ ആ കേസ് നിലനിൽക്കില്ല എന്ന് നന്നായി അറിയാവുന്ന ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം 4, അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സ്ഥലത്ത് വെച്ച് മർദ്ദനമേറ്റ സംഭവത്തിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം സാക്ഷികളാക്കുന്നു. അങ്ങനെ പിന്നീട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ടിൽ പോലും ആ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമായിരുന്നു. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിൽ പോലുമാണ് കൃത്രിമം കാണിച്ച് അത് അട്ടിമറിച്ചുകൊണ്ട് റഫർ റിപ്പോർട്ടായി പിന്നീട് ആലപ്പുഴ സെഷൻസ് കോടതിയിലെത്തുന്നത്. അങ്ങനെ ഈ റഫർ റിപ്പോർട്ടിൽ അത് എഴുതിത്തള്ളാൻ ഉള്ള റിപ്പോർട്ടിനെതിരെ വീണ്ടും AD തോമസും ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസും വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക് വരുന്നു. അങ്ങനെ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് വീണ്ടും ആ കേസ് അന്വേഷിക്കാനേ വരുന്നു. അങ്ങനെ പല തരത്തിൽ പല ഘട്ടത്തിൽ ആ കേസ് എഴുതിത്തള്ളുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ സാക്ഷികളെ ഇല്ലാതാക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഇല്ലാതാക്കുന്ന ഘട്ടത്തിലൊക്കെ, അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവായ ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ, അത് ജയ്ഹിന്ദ് TVയിലെ ക്യാമറമാൻ ജോജി പകർത്തിയതായിരുന്നു. ആ മൊബൈൽ ഫോൺ അടക്കം ഇല്ലാതാക്കാനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയപ്പോഴും നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി കോടതിയിലടക്കം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഈ അജയ് ജുവൽ കുര്യാക്കോസും AD തോമസ് രംഗത്ത് വന്നു. ഒപ്പം തന്നെ ഇപ്പോഴത്തെ UDF സർക്കാർ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ SIT നിയോഗിച്ചു. ആദ്യ കോടതിയിൽ ആ കേസ് എത്തി. അപ്പോഴും SIT കോടതിയിൽ സമർപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ തെളിവുകളും സാക്ഷികളെ കൂടാതെ ഈ കേസ് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, അതുകൊണ്ടാണ് ഈ കേസിൽ തെളിവുകളും സാക്ഷികളും അടക്കമുള്ള വളരെ പരമപ്രധാനമായ കാര്യങ്ങളെല്ലാം ഒഴിവായി പോയെന്നുള്ള കാര്യം കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇവിടെ SITക്ക് സാധിച്ചു. ഒരു പക്ഷേ കോടതിയിൽ നടക്കം വിമർശനം SITക്ക് വന്നത് MR അജിത് കുമാർ ഇടപെടലാണ്. MR അജിത് കുമാർ അവിടെ പേരൂർക്കടയിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കെ അന്ന് 3 ദിവസം തുടർച്ചയായി അന്ന് ഈ ഉദ്യോഗസ്ഥൻ, അതായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തുകയും ഈ ഉദ്യോഗസ്ഥന്റെ കൂടെ പോയ ഒരു ഉദ്യോഗസ്ഥൻ തലകറങ്ങി താഴെ വീഴുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്ക് വരുത്തുകയും വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം അവിടെ അതായത് MR അജിത് കുമാർ അന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുന്ന സമയത്ത് സ്ഥലത്തില്ല. വയനാട് ദുരന്തം നടക്കുന്ന സ്ഥലത്താണ് വരുത്തി തീർക്കുകയും ചെയ്തു. മറ്റൊരു ഉദ്യോഗസ്ഥരെ, തന്റെ ഒരു കീഴ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് തിരുത്തിക്കുകയും ചെയ്തു. അങ്ങനെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം ഉന്നതനായ MR അജിത് കുമാർ നടത്തിയ
പല കാര്യങ്ങളെയും അത്തരം അട്ടിമറിക്കാനുള്ള പല നീക്കങ്ങളെയും വെളിച്ചത്ത് കൊണ്ട് ഈ വയനാട് ഉരുൾപൊട്ടലൊക്കെ നടന്ന മുഴുവൻ ശ്രദ്ധയും ജനശ്രദ്ധയും ഒക്കെ അവിടേക്ക് പോകുന്ന സമയത്താണ് ഈ തിരുത്തൽ പ്രക്രിയ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ നടന്നത് എന്നുള്ളതൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുകയും ചെയ്യുന്നത്. പക്ഷേ മാത്രമല്ല ഈ പറയുന്ന റിപ്പോർട്ടുകൾ, ചൈത്ര തെരേസയുടെ റിപ്പോർട്ടുകൾ, ഇങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? SIT അന്വേഷണം വന്നതിന് ശേഷം മാത്രം.